ഹലോ, ഉപ്പും മുളകും പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടു നമ്മുടെ കേശുവും സിദ്ധുവും കൂടെ പാറമട കുളത്തില് പാറമടയില് മീൻ പിടിക്കാൻ പോയതും ലാസ്റ്റ് ഒരു സാധാരണ ചൂണ്ടയായിട്ട് ആദ്യം കൊണ്ടുപോകുന്നേ. അപ്പൊ ഇതിൽ നടപടിയാവൂല. നമ്മുടെ പാറമട വീട്ടിലെ ഇവര് പറഞ്ഞിട്ട് പോയത് ഒരു കൂട്ടുകാരുടെ വീട്ടിൽ പോകണമെന്നും പറഞ്ഞായിട്ട് ഇവർ ഇറങ്ങിയത് തന്നെ. അങ്ങനെ ആദ്യത്തെ ചൂണ്ടൽ നടപടിയാകാത്ത സ്ഥിതിക്ക് നമ്മുടെ സിദ്ധു കൂട്ടുകാരന്റെ കയ്യിൽ നിന്നും വില കൂടി, അതായത് 10,000-25,000 രൂപയുടെ ചൂണ്ടയൊക്കെ കടം മേടിച്ചിട്ട് ചൂണ്ടയിടാൻ പോകുന്നുണ്ട്. അവിടെ ചെന്ന് അതുകൊണ്ട് ചൂണ്ടയിടാൻ പോകുമ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ലച്ചു ഠാ എന്നും പറഞ്ഞ് പിന്നിൽ വിളിക്കുന്നുണ്ട്. നമ്മുടെ ഗൗരിയമ്മായി, നമ്മുടെ പാർക്കുട്ടി എല്ലാവരും കൂടി വന്ന് ഇവരെ കൈയോടെ പിടിക്കുന്നുണ്ട്. അപ്പൊ ലച്ചുവിന്റെ ഈ വിളി കേട്ടിട്ട് പേടിച്ച് നമ്മുടെ കേശുവിന്റെ കയ്യിൽ നിന്ന് ചൂണ്ട വിട്ട് പാറമടയിൽ അങ്ങോട്ട് ഒഴുകി പോകുന്നുണ്ട് ആ ചൂണ്ട. ലാസ്റ്റ് നമ്മുടെ സിദ്ധു കിടന്ന് പറയുന്നുണ്ട്, ദൈവമേ, എൻ്റെ കൂട്ടുകാരൻ്റെ 25,000 രൂപയുടെ സാധനം അത് ഞാൻ ഇനി എങ്ങനെ തിരിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ശോകത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ ലച്ചു പറയുന്നുണ്ട്, ബാങ്കിൽ കുറെ കാശുണ്ടല്ലോ, അതിൽ നിന്ന് എടുത്ത് കൊടുക്ക്. ഇവനൊക്കെ പോലത്തെ അവനെ കൂട്ടിയാൽ കുടുംബം മുടിഞ്ഞു എന്ന് ഞാൻ അപ്പോഴേ പറയാറില്ലേ എന്ന് നമ്മുടെ സിദ്ധുവിനോട് പറയൂ കേട്ടോ. അതായത് കേശുവിനെ കൂട്ടിയാൽ കുടുംബം മുടിഞ്ഞു പോകും അത്രേ. അപ്പൊ നമ്മുടെ സിദ്ധു നമ്മുടെ കേശുവിന് ഒരു നോട്ടം നോക്കുന്നുണ്ടേ. അപ്പൊ നമ്മുടെ കേശുവും വല്ലാത്ത രീതിയിൽ നമ്മുടെ സിദ്ധു അളിയനെ നോക്കുന്നുണ്ട്. അങ്ങനത്തെ മനോഹരമായിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു കേട്ടോ കൂട്ടുകാരെ ഇന്ന് നമുക്ക് കാണുവാൻ സാധിച്ചതേ. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.